തമിഴ്നാട്ടിൽ ക്ഷേത്രത്തിനകത്ത് മാംസാഹാരം ഭക്ഷിച്ചയാൾ പോലീസ് കസ്റ്റഡിയിൽ. തമിഴ്നാട് തിരുവണ്ണാമലയിലെ അണ്ണാമലൈ ക്ഷേത്രത്തിനകത്താണ് ഇയാൾ മാംസാഹാരം ഭക്ഷിച്ചത്. മാംസാഹാരം ഭക്ഷിച്ച സംഭവം ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അവിടെ ഭക്തർ ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം ഭക്ഷിക്കുന്നത് കണ്ട ഭക്തർ തന്നെയാണ് അധികൃതരെ ഈ വിവരം അറിയിച്ചതും. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഐസൻ ജോസ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, വിശദാംശങ്ങൾ. സസ്യാഹാരമെന്ന് തെറ്റിദ്ധരിച്ചു വാങ്ങിയ ഭക്ഷണപ്പൊതിയിലാണ് ഇത്തരത്തിൽ ഒരു മാംസാഹാരത്തിന്റെ ഭാഗം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പിടിയിലായ ആൾ പറയുന്നത്. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും മാംസാഹാരം ക്ഷേത്രത്തിനകത്ത് വെച്ച് ഭക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിടികൂടുകയും ചെയ്തിരുന്നു. അത് അവിടെ നിന്ന് എടുത്തു മാറ്റാനും തുടർ നടപടികൾ സ്വീകരിക്കാനും അധികൃതർ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. തമിഴ്നാട് തിരുവണ്ണാമലയിലെ ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് ഇയാൾ ഭക്ഷണപ്പൊതിയുമായി ഇറങ്ങി ഭക്ഷണം കഴിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഭക്തരെ തിരിച്ചറിഞ്ഞ ഭക്തർ അധികൃതരെ അറിയിക്കുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുകയുമായിരുന്നു. അടിയന്തരമായി തന്നെ വിഷയം ജില്ലാ പോലീസ് മേധാവിയെ ക്ഷേത്രം അധികൃതർ അറിയിക്കുകയും തുടർ നടപടികൾ ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്ത ഇയാളുടെ തുടർ ചോദ്യം ചെയ്യലും മറ്റ് അന്വേഷണങ്ങളും നടക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇയാൾ പറയുന്നത് അബദ്ധം പറ്റിയതാണ് എന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും കണക്കിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നേരത്തെയും കഴിഞ്ഞ ജനുവരിയിലും ഇതുപോലൊരു സമാന സംഭവം തമിഴ്നാട്ടിൽ ഉണ്ടായത് കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യവും നേരത്തെ പോലീസ് എടുത്തിരുന്നു. അപ്പോഴും ഇത്തരത്തിൽ ചില സൂചനകളെല്ലാം തന്നെ, ചില തെറ്റായ നീക്കങ്ങളുടെ സൂചനകളെല്ലാം തന്നെ ലഭ്യമാവുകയും ചെയ്തിരുന്നു. ക്ഷേത്രത്തിലെ ആരാധന ഉൾപ്പെടെ മുടക്കുന്നതിനും അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് കടക്കുന്നതിനും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെയും ഭാഗമായാണ് മാംസാഹാരം ഭക്ഷിച്ചത് ഇന്ന് ഒരു സൂചനയാണ് ലഭിച്ചത്. വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലുണ്ട്. വലിയ രീതിയിലുള്ള അമർഷം ഭക്തരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ശരി.